ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആലു പറാത്തയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. പലർക്കും അറിയാവുന്ന തന്നെ ആയിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാ ചപ്പാത്തിയുടെ ഉള്ളിൽ ഒരു പൊട്ടറ്റോ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫില്ലിങ് വെച്ചിട്ടുള്ളൊരു ഐറ്റാണിത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം. ഇതിലേക്ക് വേണ്ട ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഉപ്പും മാവും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സാധാ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നിച്ച് കുറേ ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ ആവശ്യത്തിന് കുറച്ച് മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാക്കി എടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായി കിട്ടിയ കഴിഞ്ഞാൽ നമ്മൾ ഈ ചപ്പാത്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഉള്ളൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴക്കണതിൽ നിങ്ങൾ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആലു പറാത്ത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ ഗീ. ഞാൻ ഇപ്പോൾ ഇവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാവിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളടുത്ത് ഫില്ലിംഗ് ഉണ്ടാക്കുന്ന ആ ഒരു ടൈം വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ മീഡിയം സൈസുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ ചെറിയ പീസാക്കുന്നേക്കാൾ നല്ലത് ഇങ്ങനെ വലിയ പീസായിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കട്ടയില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാഷ് ചെയ്യുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നന്നായിട്ട് കട്ടയില്ലാതെ നമുക്കിതുപോലെ ഉടച്ചെടുക്കാവുന്നതാണ്. ഫോർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിനി ഇതിലേക്ക് ചെറിയൊരു സവാളം കൂടെ ചേർത്തി കൊടുക്കാം. അപ്പോൾ സവാള ചേർക്കാതെ ഇത് ഉണ്ടാക്കാവുന്നതാണ്. സവാള ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു സവാള ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നല്ല ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല നൈസായിട്ട് വേണം നിങ്ങളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 5 വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളകും കൂടെ നന്നായിട്ട് ചതക്കിയെടുത്തതാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ അല്ല യൂസ് ചെയ്യണത്, സാധാ ഓയിലാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ ചതക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് നേരത്തെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ അളവ് അധികം കൂടി പോകരുത്. ചെറിയൊരു സവാളയുടെ ആവശ്യമുള്ളൂ. ചേർത്തി കൊടുക്കുമ്പോൾ നല്ല പൊടിയായിട്ട് അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ സാധാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ അളവ് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് ഫ്ലേവർ എങ്ങനെയാണോ എരിവ് എങ്ങനെയാണോ അതിനൊക്കെ അനുസരിച്ചിട്ട് കൂടെയും കുറേയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനൊക്കെ പകരം മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അതും ചേർത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ നല്ലൊരു ഫ്ലേവറായിട്ട് തോന്നിയത് ചിക്കൻ മസാലയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ ചിക്കൻ മസാല ചേർത്തി കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ പൊടികൾ തന്നെ ചേർത്തി കൊടുത്താൽ മതി. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് നല്ല ജീരകം ക്യുമിൻ പൗഡർ അത് ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസിലൊക്കെ കൂടുതലായിട്ട് ക്യുമിൻ പൗഡർ അവർ ചേർത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂടെയും കുറേയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടികളൊന്നും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തി കൊടുക്കുക. ഞാനിവിടെ പൊട്ടറ്റോ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ചെറിയൊരു ലെമൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസാണ്. അത് കുരുമില്ലാതെ അതും കൂടെ ചേർത്തി കൊടുക്കുക. വലിയ ലെമൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 പോർഷൻ മാത്രം മതിയാവും. അതിൻ്റെ ഒരു ജ്യൂസ് ചേർത്തി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടിയായി അരിഞ്ഞിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മസാലയും പൊട്ടറ്റോയും നന്നായി മിക്സ് ആവുന്ന രീതിയിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഉലുവയില പൊടിച്ചതാണ്, അതും കൂടെ ചേർത്തി കൊടുക്കുക. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ വേവിച്ച് കഴിഞ്ഞ് നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ വെള്ളമില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളമില്ലാതെ വേണം നമ്മളത് നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട്.
ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം, അപ്പോഴാണ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മാവൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായി ഇരുന്നാലാണ് നമ്മൾ ചപ്പാത്തിയും നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ചപ്പാത്തീനേക്കാളും കുറച്ചും കൂടെ വലിയ ബോളാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ബോളുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാ ചപ്പാത്തിയുടെ ബോളിനെക്കാട്ടും കുറച്ചും കൂടി വലുപ്പത്തിലാണ് ഞാൻ ബോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പൊടി ഇടാതെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. അതിങ്ങനെ തിന്നായിട്ടല്ല, ഒരു തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ നമുക്ക് വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മസാല ഒക്കെ വെച്ച് ഒന്ന് പരത്തി വരുമ്പോൾ അത് മസാല പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തിക്കായിട്ട് ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി, പൊടി ഇടാതെ വേണം റോൾ ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ചൂടാറിയതിന് ശേഷം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ 2-3 അറ്റങ്ങളും അങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു മസാല സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് എല്ലാ ഭാഗവും കൂടെ ഒന്ന് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒട്ടി വരും. നമ്മൾ പൊടി ഇട്ട് പരത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് ഒട്ടി കിട്ടില്ല. ഇങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിയിട്ട് വേണം ഇരിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തി വരുമ്പോൾ മസാല ഒക്കെ പുറത്ത് വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം കൂടുതലായിട്ട് വരുന്ന ആ ഒരു മാവ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാൻ ഈ ഒരു പോർഷൻ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയൊരു ഭാഗം അവിടെ തന്നെ അമർത്തിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നും കൂടെ ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഹാർഡായിട്ടൊന്നും ഇങ്ങനെ റോൾ ചെയ്തെടുക്കരുത്, അപ്പോൾ ഇത് പൊട്ടും. അപ്പോൾ പതുക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള പൊടി ഇട്ടിട്ട് സാധാ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഹാർഡായിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ സ്പീഡിൽ ഹാർഡായിട്ട് പരത്തിയെടുക്കരുത്. പതുക്കെ പതുക്കെ കുറച്ച് പൊടി ഇട്ടിട്ട്, ആവശ്യത്തിനുള്ള പൊടി, ഓവറായിട്ട് പൊടി ഇടരുത്, ആവശ്യത്തിനുള്ള പൊടി ഇട്ടിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഒരറ്റം മുതൽ ഒരറ്റം വരെ ഇങ്ങനെ പതുക്കെ പതുക്കെ റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻറ്റർ കനം കുറഞ്ഞ് അതിൻ്റെ ആ ഒരു അറ്റമൊക്കെ തിക്കായിട്ടിരിക്കരുത്. എല്ലാ ഭാഗവും ഒരേപോലെ ആവുന്ന രീതിയിൽ വേണം നിങ്ങളിത് പരത്തിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ താഴ്ഭാഗം ഒന്ന് പൊട്ടി പോകുന്നുണ്ടാവുന്ന ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ആ ബോളാക്കി എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊട്ടുന്ന പ്രശ്നം വരുന്നില്ല. ഫസ്റ്റ് ടൈമിലൊക്കെ ഒന്ന് പൊട്ടുന്നല്ലാണ്ട് പിന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അതുപോലെ നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിനെക്കാട്ടും കുറച്ച് ചെറിയൊരു തിക്നെസ് ഉണ്ടാവും, കാരണം ഉള്ളിൽ മസാല എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. കണ്ടാൽ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു ഭാഗവും പുറത്ത് വന്നിട്ടില്ല, മസാല ഒന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പുറത്ത് വരാനൊക്കെ ചാൻസ് ഉണ്ട്, പിന്നെ ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കൂടുതലായിട്ട് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി കളഞ്ഞിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതും പരത്തിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുടാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും ബട്ടറും കൂടെ ഒന്ന് മെൽറ്റാക്കി എടുത്താണ് അത് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഓരോ പറാത്ത വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് പാൻ ചൂടായതിന് ശേഷം വേണം അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരേ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി മറ്റേ ഭാഗം കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഈ മുകളിലെ ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഒരു എയർ കയറുന്ന രീതിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അടിയിൽ കരിഞ്ഞു പോകുന്നുണ്ടാകുന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഓയിലിൻ്റെ ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ താഴ്ഭാഗം കൂടെ ഒന്നും കൂടെ ഒന്ന് ഊരിപ്പിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടെ ബട്ടറും ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് എയർ തട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ചപ്പാത്തി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതിടാൻ തുടങ്ങുമ്പോൾ തന്നെ ചട്ടി നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മളിത് കുക്ക് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇതെല്ലാ ഭാഗവും കറക്റ്റായി വന്നിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ പറാത്തയും നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മിൻറ്റ് ചട്നിയാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയെക്കാട്ടും കുറച്ച് കുറവായിട്ട് പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ വെളുത്തുള്ളിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളകും ചെറിയൊരു ഇഞ്ചിയും കൂടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകത്തിന് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഇത് ചേർത്തി കൊടുക്കണ്ട. നല്ല ജീരകം കൂടെ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തൈരും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ആലു പറാത്തയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആലു പറാത്ത ഉണ്ടാക്കുമ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു പറാത്തയും മിൻറ്റ് ചട്നിയും റെഡി ആയിട്ടുണ്ട്. നല്ല കോമ്പിനേഷനാണ് ഇത് രണ്ടും കൂടെ കഴിക്കാൻ. ഇനിയിപ്പോൾ ഈ ചട്നി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വെറുതെ ഒരു തൈര് ഉണ്ടായാൽ പോലും നമുക്കിത് കൂട്ടി കഴിക്കാവുന്നതാണ്. ഈ ഒരു മസാല നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കി ബോറടിക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറാത്തയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്